ജയത്തോടെ നടത്തിയത്
വാക്യം നമുക്ക് ചേർന്ന് രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കപടമുള്ള വാദനങ്ങളൊക്കെയും അമ്പ് പറയുന്ന നാമേ യഹോവ ഛേദിച്ചു കളയും. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരെ ഞാൻ എതിരാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ചേർന്ന് വായിക്കാം. യഹോവേ, നീ എന്നെ കാത്തോളും, ഈ തലമുറയിൽ നിന്നെ രക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിൽ വഷളത്വം ബലപ്പെടുമ്പോൾ ദുഷ്ടന്മാരെല്ലായിടവും സഞ്ചരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഈ ഇത്രയും പേർക്ക് കടന്നു വരാൻ കർത്താവിനെ ആക്കിയതോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നമ്മുടെ ദൈവദാസൻ കുടുംബം, പ്രിയ ഈച്ചായ, പ്രിയ കർത്താവദാസൻ ജോബി, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേറെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലം അന്ന് വന്നവർക്ക് പലർക്കും വരാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഇത്രയും പേർക്ക് ഒരിക്കലും കർത്താവ് സഹായിക്കോട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നിയമങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതൊരു സ്തോത്രം. ഇന്നലെ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനമായതിനാൽ 12-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് പൽക്കാലം നമുക്ക് ദൈവം തന്നത്. ആ സങ്കീർത്തനം തലക്കെട്ടിൽ കാണുന്നത് ദാവീദിന്റെ സങ്കീർത്തനമാണ് നമുക്ക് കാണുവാനിടയായി തീരുന്നു. ദാവീദ് ശൗൽ രാജാവ് മുഖേന പീഡനത്തിൽ വളരെ ഭാരത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ചമച്ചതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ദാവീദിനെ ഒരു കാട്ടുകോഴിയെ പോലെ കൊന്നുകളയുവാനെ കൊണ്ട് ആഗ്രഹിച്ച് ശൗൽ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ദാവീദ് വളരെ ഭാരവും പ്രയാസവും ഇരിക്കുന്ന സന്ദർഭത്തിൽ ചമച്ചതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം ഒരു പരാതിയാണ്. കർത്താവിനോട് പരാതി പറയാം. അന്നത്തെ അവസ്ഥയിൽ ദാവീദ് ദൈവത്തോട് പരാതി പറയുക, യഹോവേ, ഒന്ന് കഷ്ടതയിൽ എന്നെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിൽ വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. ആരും ഒരുപക്ഷെ ശൗല് ദാവീദിനെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വേറെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മകനെ, എന്റെ മകനെ എന്ന് വളരെ സ്നേഹത്തോട് വിളിക്കുന്ന ആ സന്ദർഭം നമ്മൾ കാണും. പക്ഷെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പകയാണ്. ഏത് സന്ദർഭത്തിലും ശൗല് തന്റെ മകനോട് പറയുന്നുണ്ട്, ദാവീദ് ജീവിച്ചിരുന്നാൽ ഒരിക്കലും നിന്റെ രാജ്യസ്ഥാനം സ്ഥിരമാകുകയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഏത് സന്ദർഭത്തിലും കൊന്നുകളയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശൗലിനെ മുൻപിൽ നിൽക്കുന്നതാണ് ദാവീദ് കാണുന്നത്. അപ്പോൾ ദാവീദ് പറയുക, യഹോവേ രക്ഷിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറയുവാനായിട്ട് അനേക സന്ദർഭങ്ങളുണ്ട്. പ്രതിസന്ധിയുടെ നടുവില്, ഭാരമേറിയ വിഷയത്തില്, രോഗത്തിന്റെ നടുവില്, ജീവിതത്തിൽ നാളത്തെ കാര്യത്തിന് മുൻപിൽ എങ്ങനെ എന്റെ ലക്ഷ്യം മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, വിദ്യാഭ്യാസ രംഗങ്ങളില്, മറ്റുള്ള സാമ്പത്തിക രംഗങ്ങളില്, ശാരീരികമായ ആരോഗ്യത്തിന്റെ വിഷയത്തില്, പല നിലയിലും നമ്മൾ ഭാരപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാൻ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. കാരണം ലോകത്തിൽ ആർക്കും രക്ഷിപ്പാൻ സാധിക്കത്തില്ല. രക്ഷ ഒരുവനിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ വീണ്ടെടുത്ത, നമ്മെ നിർമ്മിച്ച, നമുക്ക് ശ്വാസം തന്ന, ഈ ലോകത്തിൽ ഉരുവാക്കിയ നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അനുഭവമുള്ളവരുണ്ട്, ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവം ഇല്ലാത്തവർ കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ
ഇല്ലാത്തവരില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ചെറിയത് പോലും വലിയത് പോലും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നു. 1982 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി ഭോപ്പാൽ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ നടുക്ക് വെച്ച് 2 കള്ളന്മാരെന്നെ പിടിച്ചു. അവരെന്നോട് പൈസ ചോദിച്ചു. വേറൊരു കമ്പനിയിൽ അന്ന് ശമ്പളമുള്ള ദിവസമാണ്, ഞങ്ങൾക്ക് ശമ്പളമില്ലാത്ത. അവർ പറഞ്ഞു പൈസ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ഇല്ലെന്നോ. എനിക്ക് കാര്യമായിട്ട് ഹിന്ദി ഒന്നും അറിയത്തില്ല. 6 മാസമേ ആൾ അവിടെ ചെന്നിട്ട്. അന്നേരം തന്നെ അവരുടെ കയ്യിലിരുന്നൊരു പിച്ചാത്തി അവർ ഊരിയിട്ട് എടുത്തിട്ട് എടു പൈസ എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഹൃദയത്തിൽ ഒന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും ശക്തിയില്ലാത്ത സമയം, നല്ല കൊടും തണുപ്പ്. സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി വന്ന് എന്നെ അവിടെ വിടുവിച്ചു. കാരണം എവിടുന്നോ ഒരു ചേതക്ക് സ്കൂട്ടറിൽ ഒരാള് മഞ്ഞിനകത്ത് ശരിയായ രീതിയിൽ വെട്ടം കാണത്തില്ല, എന്നാൽ എന്റെ മുമ്പിൽ വന്ന് നിർത്തുകയും ഈ 2 പേർ ഓടി രക്ഷപ്പെടുകയും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അനുഭവങ്ങൾ ഒത്തിരി നമുക്കുണ്ട്. മരണം മുമ്പിൽ കണ്ടപ്പോൾ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നുവെന്ന് കാണുമ്പോൾ, എന്റെ ജീവിതം എന്റെ കുടുംബം എല്ലാം ഇവിടെ വെച്ച് തകർന്നു എന്ന് പറയുമ്പോൾ, അരുമമണവാളന്റെ മുമ്പിൽ എന്നെ രക്ഷിക്കണമേ എന്ന ഹൃദയം നൊന്ത് അതിനെ പ്രാർത്ഥിക്കുന്നവർ ദൈവവൈദ്യനോട് ഞാൻ പറയട്ടെ, ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം മുടങ്ങി. പഠിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. പല നിലയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലികൾ പലരുടെയും നഷ്ടപ്പെടുന്നു. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ആത്മാർത്ഥതയോട് കർത്താവിനോട് കർത്താവേ രക്ഷിക്കണമേ, എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വഴിയില്ല. നിന്റെ മുഖമല്ലാതെ, നിന്റെ കടാക്ഷമല്ലാതെ, നിന്റെ കരമല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ഒരു സ്ഥലവുമില്ല. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം.
ചിന്തയ്ക്ക് ആധാരമായി 119 സങ്കീർത്തനം 105 വാക്യം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. 119 സങ്കീർത്തനം 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വാക്യം അറിയാത്ത ഒരാൾ പോലും ഇല്ല. Your words is a lamp to my feet and a light to my path. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ പരിശുദ്ധമായ വചനത്തിൻ്റെ സംഹിതയാണ് വിശുദ്ധ ബൈബിൾ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഇന്നില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം എന്നോട് 3-4 ആഴ്ച കൊണ്ട് എന്നോട് ഇടപെട്ടൊരു വാക്യം. നമുക്ക് ഈ ബൈബിൾ ഇതില്ലായിരുന്നെങ്കിൽ പാട്ട് പാടാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, പോകാൻ പറ്റും. ഈ ബൈബിൾ നമ്മുടെ കൈ കിട്ടിയത് കൊണ്ടാണ്, വചനം നമ്മുടെ കൈ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ശക്തിപ്പെട്ടു പോകുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥന പഠിപ്പിച്ചത് ബൈബിളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. ആധികാരികമായ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളിലും ഒക്കെ നടത്തുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. ഈ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമപുസ്തകമുണ്ട്. നമുക്ക് രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയുണ്ട്. അങ്ങനെ ഒരു നിയമസംഹിത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ നിയമം ലംഘിച്ചാൽ ശിക്ഷിക്കപ്പെടും, ആ നിയമം പാലിച്ചാൽ അവർക്ക് ശുഭകരമായി വരും, അവർ മാനിക്കപ്പെടും. നിയമം ലംഘിച്ചാൽ അതിനെതിരെ നടപടി ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കോവിഡിന്റെ പ്രശ്നമുള്ള സമയത്ത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് വേണേ ഇടിച്ചു കുത്തി ആരുടെ ഇന്നത് കേൾക്കാൻ പറ്റും, ഞങ്ങളെല്ലാവരും അത് കൂടും. ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഗവൺമെന്റിന്റെയും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും ഇവിടുത്തെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ നിയമം പാലിച്ചാണ് എഴുതി വെച്ചൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കിട്ടിയതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതനുസരിച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമം പാലിക്കുന്നവർ പ്രശംസിക്കപ്പെടും, നിയമം ലംഘിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടും, അതിന് അർഹമായ ശിക്ഷ കിട്ടും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവർ തെറ്റുകാരാണ്, ശിക്ഷിക്കപ്പെടും, അതിന് യാതൊരു സംശയമില്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവരാജ്യത്തിന്റെ നിയമ പുസ്തകമായിട്ടാണ് തിരുവചനത്തെ കാണുന്നത്. പുതിയ നിയമത്തെ പഴയ നിയമത്തെ, ദൈവരാജ്യത്തിന്റെ നിയമപുസ്തകം, പഴയ നിയമം പുതിയ നിയമം. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് നൽകിയതാ പഴയ നിയമം, ക്രിസ്തുവിന് ശേഷം നൽകപ്പെട്ടതാ പുതിയ നിയമം. മാത്രമല്ല, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് ശേഷമുള്ള നിയമത്തെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. എല്ലാറ്റിലും പറയുന്നത് ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളൊന്നും കുടുംബജീവിതമല്ല, കാറല്ല, ബസ്സല്ല, എസ്റ്റേറ്റ് അല്ല, കുഞ്ഞുങ്ങളെ പഠിക്കാൻ അവസരം നൽകിയതല്ല, ആരോഗ്യമല്ല. ദൈവം ഒരു ദൈവ പൈതലിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം തിരുവെഴുത്തും. അപ്പോൾ തന്നെ രക്ഷയുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് സൗജന്യമായിട്ട് നൽകിയതാണ്. എന്നാൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട്, അതുകൊണ്ടാണല്ലോ വിവാഹങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾ പോകുമ്പോൾ വധുവിനും വരനും ഒക്കെ അവർ കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ സഭയുടെ വകയായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ബൈബിൾ സമ്മാനിക്കുന്നത് ഈ തിരുവെഴുത്ത് പ്രമാണിക്കണമെന്ന് വിചാരിച്ച്. തീർച്ചയായും നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യമുണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാം അത് അനുസരിക്കുന്നതിലൂടെ, അതിനെ ആദരിക്കുന്നതിലൂടെ, ഈ വചനം പ്രമാണിക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, നാം കർത്താവിനെ ബഹുമാനിക്കുകയാണ്. ഈ വചനം ഒരു പാസ്റ്ററെ ബഹുമാനിക്കുക, സഭയെ ബഹുമാനിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ വചനം അനുസരിക്കുമ്പോൾ, ഈ വചനം ത്തിന് മുമ്പിൽ ബഹുമാനിക്കുമ്പോൾ, ഈ വചനത്തെ നമ്മൾ ആദരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വചനത്തെ ചെയ്യുന്നതെല്ലാം ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആദരിക്കുക. 2 തീമോഥെയോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-17 വാക്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്തിൽ വരുന്നത് ഞാൻ തന്നെ ഒന്ന് വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകയാൽ ദൈവത്തിന്റെ മനുഷ്യർ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിലും ശാസ്ത്രത്തിലും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിലും പ്രയോജനമുള്ളതാകുന്നു. മക്കളെ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. ദൈവത്തിന്റെ ശ്വസനം, ദൈവത്തിന്റെ ബ്രീത്ത്, ആ ദൈവത്തിന്റെ ശ്വസനം, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ വചനത്തിന്മേൽ ആധികാരികതയുണ്ട്. അതുകൊണ്ടാ
എത്ര ക്ഷീണത്തോടെ ബുദ്ധിമുട്ടോടെ പ്രയാസത്തോടെ വന്നിരിക്കുമ്പോഴും വചനം കേൾക്കുമ്പോൾ നമുക്കൊരു തണുപ്പാണ്. അത് ആര് സംസാരിക്കുന്നുള്ളൂ. ചിലപ്പോൾ ആ വചനം 10 പ്രാവശ്യം മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം, 50 പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ വചനത്തിലെ ശബ്ദം കേൾക്കുമ്പോൾ ഒരാൾ സംസാരിച്ച വചനം തന്നെ ആയിരിക്കാം പിറ്റേ ആഴ്ച വേറെ ആൾ വായിക്കുന്നത്, അവർ പറയുന്നത്. പക്ഷെ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് പുതിയ കുളിർമയുണ്ടാകും. അപ്പോൾ ദൈവശ്വാസ്യമാകുന്ന വചനം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകും. ഒത്തിരി കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്. ഏറ്റവും പഴക്കമുള്ളതാണ് ഈ പുസ്തകം, ഏറ്റവും പുതുമയുള്ളതാണ് ഈ പുസ്തകം, ഏറ്റവും അധികം കാലദൈർഘ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ പുസ്തകം. നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ്. മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമ്മോട് സംസാരിക്കത്തില്ല. ഇവിടെ കാണുന്ന TV കാണുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരാൾ നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ്. രൂപാന്തരപ്പെടുത്തുന്ന പുസ്തകമാണ് ഈ വചനം. രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് വചനം പറഞ്ഞ വചനം എന്റെ കാലിന് ദീപമാണ്, എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ലാമ്പാണെന്നാണ് പറയുന്നത്, വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ, മനുഷ്യന്റെ മനസ്സിനെ കട്ടിയുള്ള അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമില്ലാത്ത മൃഗീയമായി ജീവിക്കുന്ന ഒരാളെ മാനസാന്തരത്തിൽ കൂടെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം. ഇനി അതിനേക്കാളും നമ്മുടെ സ്വർഗത്തിൽ എത്തിക്കുന്നതാണ്. ഇതനുസരിച്ചാൽ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ പുസ്തകം നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിൽ എത്തിക്കുന്നതാണ്. ശാസ്ത്രീയമായിട്ടൊക്കെ കൃത്യതയുള്ളതാണ് ഈ പുസ്തകം. പ്രവചനങ്ങളിൽ കൃത്യതയുള്ളതാണ് ഈ പുസ്തകം. ഭൂമിശാസ്ത്രപരമായിട്ട് കൃത്യതയുള്ളത്. ഞാൻ പറഞ്ഞത് ഈ കൊറോണ പോലുള്ള കാര്യത്തിന്റെ പേര് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മഹാമാരി എന്നുള്ള പേര് WHO സംഘടനയൊക്കെ ഇപ്പോൾ ആ പേരിട്ടത്. ഇത് മഹാമാരിയാണ്. വേറെ പുസ്തകത്തിൽ മഹാമാരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർശ്വവ്യാധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ഷാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുഷ്ടത പെരുകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ അധാർമ്മികതയിലേക്ക് പോകുമെന്നും ധാർമ്മികമായിട്ട് അധപ്പതനത്തിലേക്ക് പോകുമെന്നും വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റുള്ള ശാസ്ത്രപരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ സുശക്തമാണ്, ശക്തിയുള്ളതാണ്. അത് മാത്രമല്ല ഐക്യതയും യോജിപ്പുമുള്ള പുസ്തകം എന്ന് പറയുന്നുണ്ട്, സത്യസന്ധതയുള്ള പുസ്തകമായിട്ട് പറയുന്നുണ്ട്, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന പുസ്തകമായിട്ട് പറയുന്നുണ്ട്. പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഈ വചനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ പല വചനങ്ങളും ഇന്ന് കാണാൻ പോലുമില്ല, അതിന്റെ പേര് പോലുമില്ല. അതിൽ എഴുത്തുകാരൻ മരിച്ചപ്പോൾ അതും മരിച്ചിട്ടുണ്ട്. കുറച്ച് എഡീഷനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. നമ്മൾ ബൈബിൾ കൂട്ടമായിട്ടിട്ട് കത്തിച്ച അനുഭവമുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയുടെ ആരംഭത്തിലുമൊക്കെ ബൈബിളിനെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തോമസ് പേ എന്ന് പറഞ്ഞ മനുഷ്യൻ കോടാലി കൊണ്ട് ആ പുസ്തകം മതിച്ച് വെട്ടിക്കീറിയിട്ട് പറഞ്ഞു, കാട്ടിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഞാൻ വെട്ടിയിടുക ബൈബിളിനെ മുഴുക്കെ. ഇനി ബൈബിൾ ഉയർക്കത്തില്ല. ഒറ്റ ഒരുത്തന്റെ കയ്യിൽ ഒരു രാജ്യത്ത് പോലും, ഒരു ഗ്രാമങ്ങളിൽ പോലും, ഒരു പട്ടണങ്ങളിൽ പോലും ഈ ബൈബിൾ ഒരിടത്തും അർത്ഥത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ട് അയാൾ മരിച്ചത്. പക്ഷേ അയാളുടെ വീട് വരെ ബൈബിൾ സൊസൈറ്റിക്കാർ മേടിച്ച് ബൈബിൾ നിറച്ചെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നോക്കണം, ഇത് പ്രതികൂലങ്ങളിൽ അതിജീവിച്ച പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. എത്ര വായിച്ചാലും പഠിച്ചാലും മതി വരാത്തതാണ്. ഇന്നത്തെ മനോരമ പത്രം നമ്മൾ 10 പ്രാവശ്യം എടുത്ത് നോക്കിയാലും, മരിച്ചോരുടെ പേരെടുത്ത് നോക്കിയാലും, നമ്മുടെ ലോക്കൽ വാർത്തകളൊക്കെ വായിച്ചാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അത് ഇന്നലെ വായിച്ചില്ല. ആദ്യം ചൂടോടെ രാവിലെ കിട്ടുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട്. ആ വാർത്ത ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് അരോരസം ഉണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ 40, 50, 35, 75 ഒക്കെ വയസ്സ് നമുക്ക് പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ തൊട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. 1-ാം സങ്കീർത്തനം 10 പ്രാവശ്യം വായിച്ചാൽ മടുപ്പ് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ വചനത്തിൽ ആഗ്രഹമുള്ള, വചനത്തോട് താല്പര്യമുള്ള, വചനത്തോട് ഉത്സാഹമുള്ള ദൈവത്തോട് ചോദിച്ചാൽ 1-ാം സങ്കീർത്തനം 10 പ്രാവശ്യം വായിച്ചാലും 25 ടൈംസ് വായിച്ചാലും അല്ലെങ്കിൽ 100 പ്രാവശ്യം വായിച്ചാലും മടുപ്പിക്കാത്ത പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. അതനുസരിപ്പാൻ, അതിൽ ജീവിപ്പാൻ, അതിനെ സമർപ്പിച്ച് ജീവിതം നയിപ്പാൻ ഈ ഭൂമിയിൽ വെച്ച് കടന്നിട്ടക്കാരായ നമുക്ക് ദൈവം അവസരം നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമറിയാം. ഒത്തിരി പുസ്തകം നമ്മൾ ചുണ്ടിയിട്ടുണ്ട്. ആശാപള്ളിക്കൂടത്തിൽ പോയപ്പോൾ ഓല ചുണ്ടിയിട്ടുണ്ട്. ഓലപ്പള്ളിക്കൂടത്തിൽ പോയപ്പോ 1-ാം ക്ലാസ്സിൽ തൊട്ട്
അന്നത്തെ കാലത്തെ പഴയ കാലത്തെ പുസ്തകങ്ങളും സ്ലേറ്റുകളും ഒക്കെ നമ്മൾ ചുമ്മിയിട്ടുണ്ട്. കാക്കത്തണ്ട് ഉപയോഗിച്ച സ്ലേറ്റൊക്കെ നമ്മൾ തുടച്ച് പിറ്റേ ദിവസം കൊണ്ടുപോകാറുണ്ട്. ഇന്നത്തെ CBSE ICSE സിലബസ്, കേരള സിലബസ് ഇവരും പുസ്തകം ചുമന്നുണ്ട്. പക്ഷെ ആ പുസ്തകം വരുന്ന ഒറ്റ വർഷം മാത്രമേ അതിന് മൂല്യമുള്ളൂ. അടുത്ത വർഷം അത് ആക്രിക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന ഏതെങ്കിലും ബന്ധുക്കാർ പിള്ളേരുണ്ട് അവർക്ക് പഠിക്കാൻ കൊടുക്കും. പക്ഷെ ഒരു ബൈബിളും ഇവിടെ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്തോട്ട് പോകാം. യോഗം കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ ബൈബിള്. നമ്മൾ ഓരോരുത്തർക്ക് മാറുന്നില്ല. നമ്മുടെ വീട്ടിൽ 1, 2, 3 ഉണ്ടെങ്കിലും ഈ വചനത്തിന്റെ ശക്തി അറിയാവുന്നത് കൊണ്ട് ഒരാക്രിക്കാർക്ക് നമ്മൾ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. ഈ വീട്ടിൽ ബൈബിൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. എന്താണെന്നറിയാമോ? പല വിലപ്പെട്ട പുസ്തകങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം എനിക്കറിയാം നമ്മളെ ഉയർത്തുന്നതാ, നമ്മളെ ശക്തീകരിക്കുന്നതാ, നമ്മളെ മേൽക്കുമേൽ ബലം നൽകുന്നതാ, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള കൃപ നൽകുന്നതാ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു മെഡിസിനേക്കാൾ എന്താ പറയുന്നത്, അതിവേഗം ഓടുന്ന വചനം അയച്ച് ഞാൻ നിന്നെ വിടുവിക്കും. ദൈവത്തിന്റെ വചനം ഭയങ്കര ശക്തിയുള്ളതാ. ദൈവത്തിന്റെ വചനത്തിന് മനുഷ്യന്റെ വാക്കുകളെക്കാൾ പവർഫുൾ ആണ്, സ്ഫോടനാത്മകമായ ചലനമുള്ളതാ, ചൈതന്യമുള്ളതാ. അതുകൊണ്ട് എത്ര വായിച്ചാലും പഠിച്ചാലും മതിയാകത്തില്ല. ഇനി അത് മാത്രമല്ല, ഏക സത്യ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാ. യേശു ക്രിസ്തു ഉപയോഗിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇനി ഇങ്ങോട്ട് ലോകത്തിന്റെ ഭാവി പോലും എഴുതപ്പെട്ടിട്ടുള്ളതാ ദൈവത്തിന്റെ വചനം. ഈ വചനം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇന്ന് പകൽ പ്രതികൂലത്തിന്റെ നടുവിലും കൊറോണ പീരീഡിലും ഒക്കെ ക്ഷീണിച്ചു പോകരുത്. ദൈവാത്മാവിൽ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ആരാധിച്ചു പോകുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും ഈ വചനമൊക്കെ എടുത്ത് വായിക്കണം. ദൈവാത്മാവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ശക്തി പകരും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വില കിട്ടുമല്ലോ. അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ വചനം. ലോകത്തിന്റെ ഭാവി പോലും മാറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ ഭാവി പോലും വ്യക്തമായി വിളിച്ചു പറയുന്ന ഈ തിരുവചനം നമ്മുടെ കാലിന് എന്താ ദീപമാ, നമ്മുടെ പാതയ്ക്ക് എന്താ പ്രകാശമാ. ആരും സഹായമില്ലെങ്കിലും വചനം നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. കൂട്ടാനും കുറയ്ക്കാനും അനുവാദമില്ലാത്ത പുസ്തകമാ ഈ വചനം. ആർക്കും കൂട്ടാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാർക്കോ മറ്റുള്ള സഭകൾക്കോ ഇവിടുത്തെ രാജാക്കന്മാർക്കോ ഇവിടുത്തെ ഭരണകർത്താക്കന്മാർക്കോ രാഷ്ട്രീയക്കാർക്കോ പാസ്റ്റർമാർക്കോ സഭയുടെ പ്രസിഡന്റുമാർക്കോ ഈ 66 പുസ്തകങ്ങളിൽ ഒന്നുപോലും കൂട്ടാനും കുറയ്ക്കാനും വ്യവസ്ഥയില്ല, അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ ശിക്ഷിക്കപ്പെടും. ഇത് ദൈവത്തിന്റെ കരങ്ങളാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവാത്മാവിന്റെ നിയോഗത്തോടെ കർത്തൃദാസന്മാർക്ക് എഴുതപ്പെട്ടതാണ് ഈ വചനം. അതുകൊണ്ട് ഇത് നമുക്കൊരു സമ്മാനമായി നൽകിയിരിക്കുമ്പോൾ ക്ഷീണിക്കരുത്, ബലഹീനപ്പെടരുത്. നിങ്ങളുടെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, അതിവേഗം നമ്മളെ ശക്തിയോടെ പുനർജീവൻ നൽകി, ഊർജം നൽകി, നമുക്ക് ചുവടുകൾ വെപ്പാൻ ബലം നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ മാറ്റമില്ലാത്ത പുസ്തകത്തെ കുറിച്ച് വെളിപ്പാട് മർക്കോസിന്റെ സുവിശേഷം 13:33 പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല, ഒഴിഞ്ഞു പോകത്തില്ല. കൊറോണ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. മർക്കോസ് 13:33 പറയുക, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എന്റെ വചനങ്ങൾ ഒരു കാലത്തും ഒഴിഞ്ഞു പോകത്തില്ല. ആരിതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ശരീരാത്മതയിന്മേൽ, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്മേൽ വ്യാപരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും മാറ്റം ഉണ്ടായാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുമാത്രമല്ല, സാത്താന്റെ പ്രവർത്തനവും അവസാനവും വിശദീകരിക്കുന്ന ഒരു പുസ്തകങ്ങളാണ്. ഈ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, പൈശാചിക ശക്തികൾ. ഈ വചനം നമ്മുടെ കാലിന് ദീപമായിട്ട് പാതയ്ക്ക് പ്രകാശമായിട്ടുള്ളപ്പോൾ ഇത് സാത്താന്റെ പ്രവർത്തന പദ്ധതികൾ, ചെറുക്ക് അവന്റെ തന്ത്രങ്ങൾ, അവന്റെ തന്ത്രങ്ങൾ എന്താണെന്ന്, അവന്റെ താരന്തുകൾ എന്താ, മനുഷ്യരുടെ മേൽ പകരുന്നത് എന്താണെന്ന് പഴയ പുതിയ നിയമത്തിലൊക്കെ വളരെ വ്യക്തമായ അപ്പോസ്തലൻ പൗലോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ തകർക്കാൻ, ഒരാളെ ഇല്ലാതാക്കാൻ, ഒരാളെ അപകടത്തിലേക്ക് വിടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും സാത്താൻ ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് നാം മനസ്സിലാക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് പറയും, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഒരു ദൈവവേദനെ സംബന്ധിച്ച് തന്ത്രങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുകയും നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുകയാണ്, വചനത്തിലൂടെ പറയുകയാണ്, അവന്റെ തന്ത്രങ്ങൾ, അവൻ വരുത്തുന്ന വ്യത്യാസങ്ങൾ, ഒരു ദൈവത്തിനെ ആക്രമിക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് അവൻ ചൂഷണം ചെയ്യുന്നത്, തകർക്കുന്നത്, നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കാത്തത്,
അല്ലെങ്കിൽ നമ്മളെ ആജ്ഞയിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായി, വളരെ സുതാര്യമായിട്ട് കൃത്യതയോടുകൂടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ഏത് കാര്യവും നന്നായി മനസ്സിലാക്കുന്നത് നമ്മൾ സാദൃശ്യങ്ങൾ പറയാറുണ്ട്. ഓരോ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഇന്ന പോലെ ആയിരിക്കുന്ന കാര്യം, ഈ വാച്ച് പോലെ ഇരിക്കുന്നു, ഇന്ന പോലെ, അല്ലെ ആ മൊബൈൽ പോലെ ഇരിക്കുന്നു, അല്ലെ ക്യാമറ പോലെ ഇന്നതുപോലെ ഇരിക്കുന്നു. നമ്മൾ സാദൃശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക എന്താ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, വായിക്കുവാണെങ്കിൽ പെട്ടെന്ന് വായിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗം പെട്ടെന്ന് വായിക്കാം. നിങ്ങൾ എടുത്ത് തരണം. അങ്ങനെ പറയുന്ന വചനത്തിന്റെ കാര്യമാണ്. വചനം എന്താ? എന്റെ കാലിന് ദീപമാണ്, എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഈ ദിവസങ്ങളിൽ വചനത്തിൽ ഉറച്ചോണം, പ്രാർത്ഥിച്ചോണം, നിന്നോണം. നിൽക്കാൻ ചിലപ്പോൾ കഴിയില്ലെന്ന് വിചാരിച്ചാലും ദൈവത്തിന്റെ വചനം വെച്ച് ദിവസത്തിൽ പ്രാർത്ഥിച്ച്, വചനം ധ്യാനിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വചനം വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വചനത്തോട് ബന്ധമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകരം സമർപ്പണത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ വചനം വായിക്കും, അങ്ങയുടെ വചനം അനുസരിക്കും, അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കും, അങ്ങയുടെ വചനം ഏറ്റെടുക്കും, അങ്ങയുടെ വചനം ദൈവദാസന്മാർ പറയുമ്പോൾ ഞാൻ സ്വീകരിക്കും. അതിന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്, അതിന്റെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഈ വചനവുമായി ആത്മാ